ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സുന്ദരികളെ കണ്ടോ? ഇന്നത്തെ സുന്ദരികളെന്ന് പറയാൻ ഒന്ന് മാത്രമല്ല, കുറേ സുന്ദരികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ വീട്ടിലെ ഡാലിയ പൂക്കളാണേ. ഇത് മൊട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതും ഇതും ഒക്കെ വലിയ പൂക്കളാവുന്നതാണേ. ഇനി ബാക്കി വേറെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് വലിയ പൂവാവുന്നത്. ബാക്കിയൊക്കെ സാധാ നോർമൽ ടൈപ്പാണ്. സാധാ പിന്നെ ഹൈബ്രിഡ് ഒന്നും അല്ലാത്തത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതുങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ അങ്ങനെ ചേഞ്ച് ആയതൊന്നും അല്ല, അതിന് നരച്ചു പോയതാണ്. വെയിലത്ത് വെച്ചിരുന്നിട്ട് നരച്ചു പോയതാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇതൊക്കെ നാടൻ വെറൈറ്റികളാണ്. അപ്പോൾ നമ്മൾ ഡാലിയ ചെടി നട്ട് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പോട്ടി മിക്സ് ആയിരിക്കണം, നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തും ആയിരിക്കണം പൂക്കൾ ചെടി വെക്കാൻ. വെയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോലായിട്ട് ഇങ്ങനെ പൊക്കത്തി പോവും. പോയിട്ട് നമ്മളെക്കായൊക്കെ ഉയരത്തിൽ പോയിട്ടായിരിക്കും പൂ പിടിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു പൂവാണ്. പക്ഷേ ഇതിൻ്റെ ഇതിലൊക്കെ ഡാമേജ് വന്നു. എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു വില്ലൻ ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ഡാലിയ പൂക്കളെല്ലാം മൊട്ടായി വരുമ്പോൾ തന്നെ പുഴു തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാത്തിനെയും ഞാൻ പുഴുവിനെ നശിപ്പിക്കുക എന്നുള്ള പണിയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെല്ലാ ചെടികളിലും വരുന്നുണ്ട്. പൂക്കൾ ഇപ്പം ജമന്തി ആവട്ടെ, ബോൾസം ആവട്ടെ, ഇതൊക്കെ എല്ലാത്തിലും പുഴു വന്നിട്ട് ഇപ്പോൾ കൂട് കിട്ടുന്നൊരു സമയമാണ്. ഞാൻ കരുതിയ ടെറസിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി പുഴുവിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിന് ആരെയും പേടിക്കേണ്ട, നല്ല സൂര്യപ്രകാശം വെളിച്ചം ഒക്കെ ആയിട്ട് അതാർമതിക്കുകയാണേ. പുഴുവിനെ തുരത്താൻ എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയായി. അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ പിടിച്ചിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.